ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? റെക്കോർഡിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ. ഓക്കെ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? റെക്കോർഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി OBSൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഗൂഗിൾ മീറ്റിൽ ഒരു കോപ്പി റെക്കോർഡ് ചെയ്തേക്കാം. എങ്ങാനും ചില ഷോർട്ട് കട്ട്സ് അടിച്ച് എങ്ങാനും കട്ടായി പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിന് വെച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ? നമ്മൾ കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത് അല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, ഡൗട്ട്സുകൾ വരാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ജനറൽ നോളേജാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. കുറച്ച് ചെറിയ കണക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് നമ്മൾ ഗ്രൂപ്പിൽ ആ സമയത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉടനെ അല്ല തോന്നുന്നു, പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ അല്ലേ? കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? എല്ലാവർക്കും കിട്ടിയിരുന്നോ? റെക്കോർഡിങ് കിട്ടിയിരുന്നോ? ഓക്കെ. ഈ ഇന്നാണ് ജോയിൻ ചെയ്തത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നും കൂടി അത് ഫോർവേഡ് ചെയ്തേക്കാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, പുതിയതായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പുതിയ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ കറൻസി എപ്പോഴും ഒരു പെയറായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 കറൻസികൾ ഇൻവോൾവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആദ്യത്തെ കറൻസിനെ നമ്മൾ ബേസ് കറൻസി എന്ന് പറയുന്നു, രണ്ടാമത്തെ കറൻസിനെ നമ്മൾ കോഡ് കറൻസി എന്ന് പറയുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു പെയർ വാങ്ങുമ്പോൾ നമ്മളത് ബേസ് കറൻസി വാങ്ങുന്നതിന് തുല്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GBP USD, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടും US ഡോളറും. അപ്പോൾ നമ്മൾ ഈ പെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിൻ്റെ മൂല്യം കൂടുകയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടും. നേരെ മറിച്ച് ഡോളറിൻ്റെ മൂല്യം കുറയുകയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടും. ഡോളറിൻ്റെ മൂല്യം കുറയുകയാണെങ്കിൽ ആനുപാതികമായി ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിൻ്റെ മൂല്യം കൂടുകയല്ലേ, അപ്പോൾ നമുക്ക് ലാഭം കിട്ടും. നേരെ മറിച്ച് ഡോളർ ശക്തമാവുകയാണെങ്കിൽ നമുക്ക് ലോസ് വരാൻ തുടങ്ങും. കാരണം എന്താ? ഡോളർ ശക്തമാകുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിൻ്റെ മൂല്യം കുറയും, ആനുപാതികമായിട്ട് കുറയും. അപ്പോൾ ആ ഒരു പെയർ താഴ്ത്തേക്ക് വീഴാൻ തുടങ്ങും. അതായത് 1.21228 എന്ന് പറയുന്ന സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഈ പ്രൈസ്, ഈ കാണുന്ന പ്രൈസ്, ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂയിലൂടെ കാണുന്ന പ്രൈസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ GBP USD എവിടെയാണ്? GBP USD ഇപ്പം എത്രയാണ്? 1.3254 അല്ലേ? അപ്പോൾ ഒരു ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഡോളർ കൊടുക്കേണ്ടി വരും. അതായത് 1.32, 1 പ്ലസ് അതിൻ്റെ 3 കൂടി കൂടുതൽ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏതാണ് മൂല്യം കൂടുതൽ എന്ന് നമ്മൾ നിശ്ചയിക്കാൻ പഠിച്ചു. 1ലും മേലെയാണ് ഈ സംഖ്യയെങ്കിൽ അല്ലേ, ബേസ് കറൻസി, അതായത് ആദ്യത്തെ കറൻസിക്ക് ആയിരിക്കും മൂല്യം കൂടുതൽ. 1ലും താഴെയാണ് ഈ സംഖ്യയെങ്കിൽ, ഫോർ എക്സാമ്പിൾ യൂറോ GBP, 1ലും താഴെയാണ് ഈ സംഖ്യ 0.86 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിനാണ് കൂടുതൽ മൂല്യം യൂറോയെക്കാളും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ് കണ്ടു, ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകൾ കണ്ടു. അതിനുശേഷം നമ്മൾ വളരെ മറന്നു പോകാവുന്ന കാര്യങ്ങൾ കണ്ടത് ഇതാണ് അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാം. നമ്മളൊന്ന് പറഞ്ഞു നിർത്തി അല്ലേ?
യെസ്, സ്പ്രെഡ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ക്വിക്ക് റിവിഷൻ അല്ലേ. സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഏതൊരു മാർക്കറ്റ് എടുത്താലും, അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും കറൻസി മാർക്കറ്റ് ആയാലും ക്രിപ്റ്റോ മാർക്കറ്റ് ആയാലും, പ്രൈസ് സഞ്ചരിക്കുന്നത് ബേസിക്കലി രണ്ട് പ്രൈസ് ആയിട്ടാണ്, ഒരു പ്രൈസ് അല്ല അല്ലേ. അപ്പോൾ രണ്ട് പ്രൈസ്, അതിനെ നമ്മൾ വിളിക്കുന്നത് ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും ആണ്. ആസ്ക് പ്രൈസാണ് ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്, ബിഡ് പ്രൈസാണ് ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എപ്പോഴും ആസ്ക് പ്രൈസ് ആയിരിക്കും കൂടുതൽ. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഷോറൂമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. സാധനം കയ്യിലുള്ള ആൾ ചോദിക്കുന്ന പൈസ എപ്പോഴും കൂടുതലായിരിക്കും, 4 ലക്ഷം ആയിരിക്കും. സാധനം ആവശ്യമുള്ള ആൾ ചോദിക്കുന്ന പൈസ എപ്പോഴും കുറവായിരിക്കും, അത് 3.90 3.85 താന്നായിരിക്കും ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ റിയൽ മാർക്കറ്റിൽ എപ്പോഴും പ്രൈസ് മൂവ് ചെയ്യുക രണ്ട് വാല്യൂസ് ആയിട്ടാണ്, ഒറ്റ വാല്യൂ ആയിട്ടല്ല. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നമ്മളിവിടെ ഒറ്റ വാല്യൂ കാണുന്നത് എന്താണ്, അത് ഇപ്പോഴത്തെ പ്രൈസ് അല്ല, കഴിഞ്ഞു പോയ പ്രൈസാണ്. ഇതിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയാലും അവിടെ കാണാൻ പറ്റും, ഞായറാഴ്ചയും കാണാൻ പറ്റും. കാരണം എന്താ, അത് അവസാനമായി കച്ചവടം നടന്ന വിലയാണ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സ്പ്രെഡ് കൂടുതലാണെങ്കിൽ ആ കറൻസി കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നില്ല. കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഒരു ചന്തയിൽ സ്പ്രെഡ് കുറവായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന കറൻസികളിൽ നമ്മൾ സ്പ്രെഡ് വളരെ കുറവായിരിക്കും. അതിനാൽ അത്തരത്തിലുള്ള കറൻസിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആ കറൻസികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഡോളറുമായി സംബന്ധിച്ച കറൻസികൾ, ഗോൾഡ്, ബിറ്റ് കോയിൻ, ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. മേജർ പെയേഴ്സ്, മൈനർ പെയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു, പിപ്പ് അല്ലെങ്കിൽ പിപ്പറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലാണ് നമ്മൾ നിർത്തിയത്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലേ. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു, എന്താണ് പിപ്സ്. ബേസിക്കലി ഈ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് ഒരു മടി അല്ലെങ്കിൽ ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് പരിചയമുള്ള പോലെ 1000 രൂപ 1500 രൂപയല്ല കാണുന്നത് അല്ലേ. ഒക്കെ 1 പോയിന്റോ അല്ലെങ്കിൽ 0 പോയിന്റോ അതുപോലുള്ള 1 ഇട്ടിട്ട് പോയിന്റ് ഇട്ടിട്ട് 4 വാല്യൂ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത് നമ്മളുടെ കോമൺ സെൻസിനനുസരിച്ച് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് ആൾക്കാർക്ക് വലിയ പിടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടിട്ടൊന്നും നോക്കിയിട്ട് വേണ്ട, ഇന്ത്യൻ മാർക്കറ്റ് മതി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മതി അല്ലെങ്കിൽ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം, ഒരു കുഴപ്പിക്കുന്ന കാരണമാണ് ഇത് അളക്കാൻ അറിയാത്തത്. അപ്പോൾ ആദ്യം നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. പിപ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ടു എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ വാല്യൂ ബിറ്റ്വീൻ ടു കറൻസീസ്. അതായത് വളരെ സിമ്പിളാണ്, രണ്ട് കറൻസികൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അല്ലേ, വാല്യൂ, അത് മെഷർ ചെയ്യാനുള്ളൊരു സിംഗിൾ യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തൂക്കം മെഷർ ചെയ്യാൻ കിലോഗ്രാം മില്ലിഗ്രാം എന്ന് പറയുന്ന പോലെ രണ്ട് കറൻസികൾ തമ്മിലുള്ള ഈ അനുപാതം, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പിപ്സ്. ഓക്കെ, അപ്പോൾ ഇതിന് എങ്ങനെയാണ് അളക്കുക എന്നുള്ളതിലേക്ക് പോവാം. ഇത് അളക്കാൻ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് പഠിച്ചാൽ മാത്രം പോരാ, വളരെ ഈസി ആയിട്ട് നമ്മളത് ഫ്ലുവൻ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന തരത്തിലാവണം. കാരണം ഇത് നമ്മുടെ ഫോറക്സ് ട്രേഡിങ്ങിൽ വളരെ നിർണായകമായൊരു എലമെൻ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ തറമാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലേ നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലുവൻ്റ് ആയിട്ട് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുകയാണെന്ന് വിചാരിച്ചോ, ഫോറക്സ് അല്ല, കറൻസി അല്ല, സ്റ്റോക്ക്. ആ സ്റ്റോക്കിൻ്റെ വില 1055 രൂപ ആണെന്ന് വിചാരിച്ചോ. നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് 1050 രൂപയിലാണെന്ന് വിചാരിച്ചോ. അതായത് 5 രൂപ താഴെയാണ് അല്ലേ. അപ്പോൾ നമ്മളിത് ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഏകദേശം 1000 രൂപ വിലയുള്ള സ്റ്റോക്ക് എടുക്കാം. 1000 രൂപ, ഭാഗ്യം ഇൻഫോസിസ് കറക്റ്റ് 1000 ആണ്. അപ്പോൾ നമുക്കൊരു 1000 രൂപയിൽ നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നു, ഒരു 5 രൂപ താഴെ, അതായത് എത്രയാണ്, 1000 രൂപയിൽ, സോറി ഇത് 1005 ഇപ്പോൾ 1005. ഓക്കെ, അപ്പോൾ 1000 രൂപയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു എന്ന് വിചാരിക്കുക. 5 രൂപ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 5 രൂപയാണെന്ന് അളക്കണത്. ഇപ്പം ഞാനത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാം. 1000 രൂപ 1005 രൂപ റൗണ്ടായിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ കാണുന്ന ഗ്രേ കളർ ആണ് നമ്മളുടെ ബൈയിങ് പ്രൈസ്, അതായത് ഈ പൊസിഷൻ ടൂൾ വെച്ചേക്കുന്ന പ്രൈസ്. 1005 രൂപ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1000 രൂപയാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്, 5 രൂപയാണ്.
അപ്പം എങ്ങനെയാണ് ഈ പൊസിഷൻ ടൂൾ ഇല്ലാതെ നമുക്ക് ഇത് അളക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1055 നമ്മൾ എൻ്റർ ചെയ്യുന്ന 1050 നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 5 രൂപ താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ആ 5 എങ്ങനെ കിട്ടുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചെയ്യുന്നത് ഇതിന് ശേഷം ഒരു പൈസയൊക്കെ ഉണ്ടാവും അല്ലേ, 10 പൈസയോ 20 പൈസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒമിറ്റ് ചെയ്യണം. അതിന് വലിയ വാല്യൂ ഇല്ല അല്ലേ, ചില്ലറ പൈസയാണ്. നമുക്കപ്പോൾ 5 രൂപ എന്ന് പറയാൻ പറ്റണത് എങ്ങനെയാണ്? ഇത് ചിലപ്പോൾ 10 പൈസയോ ചിലപ്പോൾ ഇത് 20 പൈസയോ. അപ്പോൾ പോയിന്റിന് ശേഷമുള്ളത് നമ്മൾ ഒമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് പിപ്സ് അളക്കാൻ, ഓർത്ത് വെച്ചോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ഇപ്പോൾ ഇവിടെ 10 പൈസയാണെന്ന് വിചാരിച്ചോ, ഇവിടെ 30 പൈസയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഇത് നമ്മൾ മനസ്സിൽ നിന്ന് ഇത് കാണുന്നില്ല. അതുപോലെ തന്നെ ഡെസിമൽ പോയിന്റ് നമ്മൾ കാണുന്നില്ല അല്ലേ, ഡെസിമൽ പോയിന്റ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നിന്ന് ഡെലിറ്റ് ചെയ്യാം, അതായത് ഇന്ന് ഡെലിറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണു? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു. അതായത് നമ്മുടെ എൻട്രി പ്രൈസിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അത് കുറയ്ക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നതാണ്. കാരണം നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ, ഷോർട്ട് സെല്ല് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. നമ്മളിൽ ഇല്ലാത്ത ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ കറൻസിയോ വിൽക്കുന്നതിനെയാണ്, ആദ്യം വിറ്റിട്ട് താഴെ ഉള്ള പ്രൈസിൻ്റെ തിരിച്ചു വാങ്ങുന്നതിനെയാണ് ഷോർട്ട് സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ ഇത് നേരെ മറിച്ചായിരിക്കും, സ്റ്റോപ്പ് ലോസ് വലിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻട്രി എസ് എൽ അങ്ങനെ കാണരുത്. നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു, അപ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്, പിപ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കൊരു ആക്ച്വൽ ഫോറക്സ് പെയർ എടുക്കാം. നമുക്ക് ആദ്യം തന്നെ യൂറോ USD തന്നെ എടുത്തത് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന അവിടെ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല, കാരണം ഇവിടെ ഒരു പ്രൈസ് ഓൾറെഡി കാണിക്കും. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് താഴെ പോയിട്ട് നമുക്കൊരു എക്സാമ്പിൾ കാണാം. യെസ്, ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ദൂരം അളക്കണം അല്ലേ, ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ദൂരം അളക്കണം. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കാം, ഇവിടെയാണ്, ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ തിരിച്ചു, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങി, ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള എത്ര രൂപയാണെന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അളക്കണതിന് പകരം എത്ര പിപ്സ് ആണെന്ന് നമ്മൾ അളക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് അളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഈ 2 വാല്യൂസ്, ഒരെണ്ണം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതല്ല, അപ്പോൾ നമുക്ക് റെഡ് കളറിൽ കൊടുക്കാം. ഒരെണ്ണം നമ്മൾ എൻ്റർ ചെയ്ത പ്രൈസ്. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോഴും നമ്മൾ 2 പ്രൈസ് വന്നിട്ടുണ്ട്. ആ ബ്ലാക്ക് പ്രൈസ് നമ്മൾ കാണണ്ട, നമ്മുടെ എൻട്രി പ്രൈസ് ബ്ലൂ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് റെഡ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, അവിടെ നമ്മൾ അവസാനത്തെ 2 സംഖ്യകളായിരുന്നു ചില്ലറ പൈസ അല്ലേ, വലിയ വാല്യൂ ഇല്ലാത്ത ചില്ലറ പൈസ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും അവസാനത്തെ സംഖ്യയാണ് ആ വാല്യൂ കുറഞ്ഞ ചില്ലറ പൈസ പോലെയുള്ള എലമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ അവസാനത്തെ സംഖ്യ കണ്ടില്ല എന്ന് നടിക്കുന്നു. അപ്പം ഞാനൊരു ഷേപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് മറിച്ച് കളയാം, ഇത് കാണുന്നില്ല. അതിനുശേഷം നമ്മൾ ആ പോയിന്റും കണ്ടില്ല എന്ന് നടിക്കുന്നു. ഈ പോയിന്റ് ഇതിൽ നിന്ന് എടുത്ത് കളയുന്നു. നമ്മൾ അവിടെ അത് തന്നെയാണ് ചെയ്തത് അല്ലേ, ആ പോയിന്റ് ഇവിടെ നിന്ന് എടുത്ത് കളയുന്നു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. അപ്പോൾ ഒന്ന് കുറച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എത്രയാണ്? അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാൽക്കുലേറ്റർ ഒന്നും എടുക്കണ്ട. ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? 113 രണ്ടിലും കോമൺ അല്ലേ. അപ്പോൾ അത് ഇങ്ങോട്ടും ക്യാൻസൽ ആയിട്ട് 75 68 കുറച്ചാൽ പോരെ. മനസ്സിലായോ? 75 68 കുറച്ചാൽ എത്രയാണ്? 75 5 കുറച്ച് 70, പിന്നെ 2 കൂടി കുറച്ച് 78. അപ്പോൾ 7 കുറച്ചാൽ പോരെ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 7 പിപ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ പ്രോസസ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് പിപ്സ് അളക്കാൻ പറ്റും. ഓക്കെ, നമുക്കിത് 1-2 എക്സാമ്പിൾസിലൂടെ കടന്നു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും.
അടുത്തൊരു കറൻസി പെയർ നമുക്ക് എടുക്കാം. നിങ്ങൾ പറയാം അതിൻ്റെ ആൻസർ. GBP/USD. ഞാൻ 2 വാല്യൂസ് തരാം. ഇപ്പോഴത്തെ പ്രൈസും ഇവിടെ നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് ബുള്ളിഷ് സിനാറിയോസ് മാത്രം കാണാം. നമ്മൾ എപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു മേടിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് താഴെയാണ് വയ്ക്കുക അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ദൂരം നമ്മൾ അളക്കാൻ പോവുകയാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് തമ്മിലുള്ള ദൂരം അളന്നാലാണ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളൊരു $1000 ഉണ്ട്, നമ്മൾ ഗോൾഡ് വാങ്ങാൻ പോവാ, എത്ര ഗോൾഡ് വേണം? അപ്പോൾ ഗോൾഡ് ഒരു കിലോനായിട്ടല്ല വാങ്ങുക, ഒരു ലോട്ട്, ഒരു മിനി ലോട്ട്, മൈക്രോ ലോട്ട് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് എത്ര എണ്ണം മേടിക്കണം എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അത് ഓർഡർ ഇട്ട് മേടിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വാങ്ങിച്ചാൽ വലിയ നഷ്ടം വരും, കുറവ് വാങ്ങിച്ചാൽ അക്കൗണ്ടിൽ ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിന് അനുസൃതമായിട്ട് എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്നുള്ളത് നിശ്ചയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ് വന്നാൽ ഇത്ര നഷ്ടം വരുന്നുള്ളൊരു കാൽക്കുലേഷൻ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ 2 എണ്ണം നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, ഫോണിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നത്. ഈ 2 വാല്യൂസ് ഇവിടെ കാണിക്കുന്നു. നിങ്ങളൊന്നാണെന്ന് പറയാമോ എത്ര പിപ്സ് ആണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊരു 3-4 എക്സാമ്പിൾ ചെയ്യാം. കുറച്ച് ടൈം പോയാലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ പോയിട്ട് ഇതുപോലത്തെ 3-4 എക്സാമ്പിൾസ് പെട്ടെന്ന് റീഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. 7 അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ആ കിട്ടിയ ഗോകുൽ പ്രകാശ് 7 ഹരികൃഷ്ണൻ നോക്കാം. അപ്പോൾ ആ കിട്ടിയ ഹരികൃഷ്ണൻ ഒന്നും കൂടി നോക്കിക്കോ, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 9 ആണോ? യെസ് 9. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്യണു? അവസാനത്തെ സംഖ്യ 9. ഓക്കെ, കട്ട് ചെയ്യുന്നു. അപ്പോൾ ആ 2ഉം ഏറ്റവും അവസാനം നിൽക്കുന്ന 2, 3 നമ്മൾ കാണുന്നില്ല എന്ന് സങ്കല്പിക്കുകയാണ്. ഞാൻ മൂടി വയ്ക്കുന്നില്ല. ആ പോയിന്റും കാണുന്നില്ല എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മുകളിൽ 52 വരെയുള്ളൂ, താഴെ 43 വരെയുള്ളൂ അല്ലേ. എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ കൂട്ടുന്നില്ല, പോയിന്റും കാണുന്നില്ല. അപ്പോൾ ഏതൊക്കെ കോമൺ ആയിട്ടുള്ള സംഖ്യ ഉണ്ട്? 2ലും കോമൺ ആയിട്ടുള്ള സംഖ്യ ഇപ്പോൾ ഏതാ വരാ? 132 വരാ അല്ലേ. അത് നമ്മൾ അങ്ങോട്ട് മറന്നു, ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് എത്രയാ? 52 മുകളിലും 43 താഴെയും. 52 43 കുറച്ച് എത്രയാ? 9 അല്ലേ. അപ്പോൾ 2 പേർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റി, ഒന്ന് ആലോചിച്ചിട്ടാണെങ്കിലും അല്ലേ. ഇനി കൂടുതൽ എക്സാമ്പിൾസ് വേണോ? വളരെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാണ് പിപ്സ് അളക്കുക? പിപ്സ് അളക്കുക എന്ന് പറഞ്ഞാൽ ഇതിലെ ഏതൊരു പോയിന്റിൽ നിന്ന് ഏതൊരു പോയിന്റിലേക്ക് അളക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ് അളക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ദൂരം വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് കാൽക്കുലേറ്ററിൽ നിന്ന് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം, ഈ ഗ്രീനിൽ നിന്ന് ഈ റെഡിലേക്കുള്ള ദൂരം അളക്കണമെങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റർ എടുത്തിക്കേണ്ട വന്നേക്കാം. പക്ഷെ കോൺസെപ്റ്റ് സെയിം ആണോ? നോക്കി നോക്കിയേ. ഇനി ഫാസ്റ്റായിട്ടൊന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ നോക്കി നോക്കിയേ. അവസാനത്തെ 0 2 കളഞ്ഞു, അല്ല 2 4 കളഞ്ഞു. 32, 1.32 എല്ലാത്തിനും കോമൺ ആണ്. 74 - 21. അപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. 74 - 21 53 പിപ്സ്. അപ്പോൾ ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേഗം പറയാൻ പറ്റുമോ? ഇനി പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. അത് നമുക്ക് കാണാം. ബിറ്റ്കോയിനും ഗോൾഡൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് അടുത്തൊരു എക്സാമ്പിൾ പറയാം. AUD CAD ഇവിടെ നമ്മൾ മേടിക്കുന്നു എന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഉള്ള പ്രൈസിന് നമ്മൾ മേടിക്കുന്നു എന്ന് വിചാരിച്ചോ, മാർക്കറ്റ് മുകളിലേക്ക് പോണത് കണ്ടിട്ട് വേണ്ട. കുറച്ചൊരു നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി ഈ ടൈം ഫ്രെയിം ഒന്ന് മാറ്റണം, 1 അവറിൻ്റെ ടൈം ഫ്രെയിം ആക്കാം. അപ്പോൾ കുറച്ചുകൂടി പിപ്സ് കൂടും. ഓക്കെ, ഓക്കെ. ഇത് മുകളിലേക്ക് പോകുന്ന വിചാരിച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാണ്, ഇപ്പോൾ ഉള്ള പ്രൈസിന് വാങ്ങാണ്. ഈ ലോയുടെ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറയാവോ? മൺകണക്കറിയില്ലെങ്കിൽ എത്ര മൈനസ് എത്ര എന്ന് പറഞ്ഞാൽ മതി. എത്ര പിപ്സ് ആണ് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം? കറക്റ്റ്. 29 നിന്ന് 15 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ അത് വെള്ളം പോലെ വിചാരിക്കുന്നു. ഇനി എന്തിനാണ് നമ്മളിത് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നറിയണം.
ആ ഒറ്റ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചാർട്ടിൽ നിങ്ങൾക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുന്നുള്ള ഇൻഡ്യൂഷൻ വെച്ച് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. ആ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുകൂടി അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം, നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണത് ആ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ബ്രോക്കറുടെ അക്കൗണ്ട് തുടങ്ങിയാൽ അത്ര ഈസിയാണ്. HDFC ബാങ്കിൽ നിന്ന് അടിക്കുന്നു, അതിൻ്റെ വാച്ച് ലിസ്റ്റ്, ആ ബ്രോക്കറുടെ വാച്ച് ലിസ്റ്റ് എടുക്കുന്നു, അതിൽ HDFCBANK ബാങ്ക് സ്പെല്ലിംഗ് അടിക്കുന്നു, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നു, ബൈ ബട്ടൺ അമർത്തുന്നു, അതിൽ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, ആ ക്വാണ്ടിറ്റി അടിക്കുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ ഇത് വാങ്ങുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ഈ പിപ്സ് അളക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്, നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എപ്പോഴും ഒരേ റിസ്ക് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുക. പിപ്പറ്റ് നമുക്ക് കാണാം. അപ്പോൾ പിപ്പറ്റ് വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിപ്പറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അതൊക്കെ പഠിക്കാം. അപ്പം അതിന് മുമ്പ് നമ്മൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും ഒരേ റിസ്ക് എടുത്തിട്ടാണ്, ഒരേ എമൗണ്ട് അല്ലെങ്കിൽ ഒരേ പെർസെൻറ്റേജ് റിസ്ക് എടുത്തിട്ടാണ് എല്ലാ ട്രേഡുകളും ചെയ്യുക. അപ്പോൾ അത് ട്രേഡിങ് സൈക്കോളജിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് കൺവിക്ഷൻ കൂടുതലുള്ള ട്രേഡിൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാനും പാടില്ല. നമുക്ക് സംശയമുള്ള ട്രേഡാണെങ്കിൽ എടുക്കാതിരിക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇത് വളരെ കൺവിക്ഷൻ കൂടുതലാണെന്ന്. ചില ട്രേഡുകൾ നമുക്ക് അത്ര കൺവിക്ഷൻ തോന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിസ്ക് കൂട്ടിയും കുറച്ചെടുക്കുന്നത് നല്ലതല്ല. എപ്പോഴും നമ്മളൊരു ഫിക്സഡ് റിസ്ക് എടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 1% റിസ്ക് എടുക്കാമെന്ന് എല്ലാ ഫോറക്സ് ട്രേഡേഴ്സ് ഒരുമിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഫോറക്സ് ട്രേഡിങ്ങിൽ ചെറിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ ഡയലോഗ്. നമ്മൾ 1% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്താലേ നമ്മളുടെ അക്കൗണ്ട് കാലകാലത്തോളം കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വാഷ് ഔട്ടായി പോകും. അതെ, ഒരു 2 മാസം കളിക്കുമ്പോഴേക്കും അത് വാഷ് ഔട്ടായി പോകും. അപ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന കാര്യമാണ്. വേൾഡിലെ നല്ല പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ റിസ്ക് എടുത്തിട്ട് നമുക്ക് അതേ റിസ്ക് എടുത്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ക്വാണ്ടിറ്റീനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ അതും നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ ഈസി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് അവിടെ അടിച്ചു കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നല്ല എക്സാമ്പിൾ എല്ലാവർക്കും അറിയാവുന്ന ഏതെങ്കിലും സ്റ്റോക്ക് എടുക്കാം, ടാറ്റ സ്റ്റീൽ അല്ലേ, അല്ലെങ്കിൽ വേണ്ട SBIN എന്ന് പറയുന്നത് സ്റ്റോക്ക് നമ്മൾ നാളെ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പോകണ കണ്ടിട്ട് ഇപ്പോൾ നല്ല വിലയൊക്കെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് വാങ്ങുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് വിചാരിച്ചു, ഇവിടെയാണ് നമ്മൾ ടാർജറ്റ് വെക്കണത് അല്ലേ. ഇത്ര മുകളിലേക്ക് പോയാൽ നമുക്ക് ലാഭം കിട്ടും, ഇത്ര താഴത്തേക്ക് വന്നാൽ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ആ കാണുന്ന ഒരു ഗ്രീൻ കളറാണ്, അതായത് 1029 രൂപ ഓർത്ത് വയ്ക്കണേ. അപ്പോൾ നമ്മുടെ കയ്യിൽ 1,00,000 രൂപയുണ്ടെന്ന് വിചാരിച്ചോ, 1,00,000 രൂപയുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1% എത്രയാണ്? ഡിവൈഡഡ് ബൈ 100 അല്ലേ, 1000 രൂപ. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് മാക്സിമം 1000 രൂപയെ പോകാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളതാണ് വിഷയം അല്ലേ. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് ആവശ്യം പോലെ ക്വാണ്ടിറ്റി എടുക്കാം. 5 ഇരട്ടി നമ്മുടെ ഉള്ള പൈസയുടെ 5 ഇരട്ടി പൈസയ്ക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. 1,00,000 രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപയിലും താഴെയുള്ള ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങാം. അത് ഇൻട്രാഡേ ട്രേഡിൽ അങ്ങനെയാണ് നിയമം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്തവർ അത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ 1,00,000 രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരെ നമുക്ക് ഒരു ദിവസം വാങ്ങാം, അന്ന് തന്നെ വിറ്റോളണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് സ്റ്റോപ്പ് ലോസിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നുള്ളതാണ്. അഥവാ ഈ ട്രേഡ് നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് പോയില്ല, തിരിച്ച് ഇവിടെ വന്നാൽ നമ്മുടെ ഒരു ഇൻവാലിഡേഷൻ പോയിന്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻവാലിഡേഷൻ പോയിന്റ് നമ്മൾ ഈ സ്വിങ്ങിലോ ഈ ഒരു ലോവസ്റ്റ് പോയിന്റ് ഉണ്ട്, മാർക്കറ്റ് മുമ്പ് ഉണ്ടാക്കിയ ഒരു ലോവസ്റ്റ് പോയിന്റ്, അതാണെന്ന് വിചാരിച്ചു. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി മാറ്റി വയ്ക്കാം. 9.70 രൂപയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം. നമ്മൾ എടുക്കുന്ന പ്രൈസിൽ നിന്ന് 1029 രൂപയിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 9.70 രൂപയാണ്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുത്താൻ കൂടി എത്ര രൂപയുണ്ട്?
1000 രൂപയുണ്ട് അല്ലേ. അപ്പം എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്നുള്ളത് എങ്ങനെയാണ് നിശ്ചയിക്കുക? എത്ര ക്വാണ്ടിറ്റി മേടിച്ചാലാണ് നമുക്ക് 1000 രൂപയിലെ നഷ്ടം ഒതുക്കാൻ പറ്റുക? ആലോചിച്ച് നോക്കിയേ, എത്ര ക്വാണ്ടിറ്റി മേടിക്കേണ്ടി വരും? അതെങ്ങനെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും? വളരെ സിമ്പിളാണ്. 1000 ബൈ, അതെ, 1000 ഡിവൈഡഡ് ബൈ 1000 എത്ര 9 രൂപ 70 പൈസ നോക്കിയാൽ മതി. 1000 ബൈ 9 രൂപ 70, അപ്പം എത്രയാ? 103 ക്വാണ്ടിറ്റി. 1000-നുള്ളിൽ 9 രൂപ 70 പൈസയുടെ 103 പീസ് ഉണ്ട്. അപ്പോൾ 103 ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ ക്വാണ്ടിറ്റിക്കും 9 രൂപ 70 പൈസ നഷ്ടപ്പെട്ടാൽ 103 ക്വാണ്ടിറ്റിക്ക് എത്ര രൂപ നഷ്ടപ്പെടും? 1000 രൂപ നഷ്ടപ്പെടും അല്ലേ. അതേ സെയിം ലോജിക്ക് തന്നെയാണ് നമ്മൾ ഫോറക്സിലും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ഘടകം എന്താ? എന്ത് കിട്ടിയാലേ നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ് ആണെന്ന് അറിഞ്ഞാലേ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാം. അപ്പോൾ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരമാണ് ഇതിനെ തീരുമാനിക്കുന്ന, എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഘടകം. ഇനി നമുക്ക് ഫോറക്സിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മുടെ ഏറ്റവും പോപ്പുലർ പെയർ ആയിട്ടുള്ള യൂറോ USD നമുക്ക് എടുക്കാം അല്ലേ. യൂറോ USD നമ്മൾ മുകളിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻ കേസ് താഴേക്ക് പോയാൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇൻ കേസ് മുകളിലേക്ക് പോയാൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവാലിഡേഷൻ പോയിന്റ്, അഥവാ മാർക്കറ്റ് താഴേക്ക് പോയാൽ നമ്മൾ ഈ പരിപാടി നിർത്തണ പ്രൈസ് ലെവൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് എത്രയാണ്, ഇവിടേക്ക് എത്ര ദൂരമുണ്ട്. നമ്മുടെ എൻട്രി ഞാനൊരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മളൊരു റെഡ് കളറിൽ മാർക്ക് ചെയ്തു. അപ്പോൾ മുകളിലത്തെ റെഡ് നോക്കണ്ട, നമ്മൾ ബ്ലൂ കളറാണ് എൻട്രി. അപ്പോൾ ആദ്യം തന്നെ എത്ര പിപ്സ് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ക്വാണ്ടിറ്റി എത്ര എണ്ണം പർച്ചേസ് ചെയ്യുന്നുള്ളത് കാണാം. അപ്പോൾ കറൻസിയിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് ലോട്ടായിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിൽ നമുക്ക് എത്ര SPN വേണമെങ്കിലും ലൂസായിട്ട് കിട്ടും. ഒരു SPN 1029 രൂപ. അങ്ങനെ നമുക്ക് 1,00,000 രൂപ ഉണ്ടെങ്കിൽ 103 ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഫിക്സഡ് ലോട്ട് സൈസാണ് കളി. അതായത് ബേസിക്കലി 3 തരത്തിലാണ് ലോട്ട് സൈസുകൾ വരുന്നത്. 4 തരമുണ്ട്. അതിലിപ്പോൾ ഈ നാനോ ലോട്ട് പോപ്പുലർ ബ്രോക്കേഴ്സിൽ ഇന്ത്യയിലില്ല. അപ്പോൾ നമുക്ക് 3 തരത്തിലാണ് കറൻസികൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നിനെ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ലോട്ട്. സ്റ്റാൻഡേർഡ് ലോട്ടാണ് ഇതിൽ ഏറ്റവും വലുത്. ഇനി മിനി ലോട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 10-1. ഗ്രാഫ് നോക്കണ്ട, 10-1 കറക്റ്റ്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് അല്ലേ, വളരെ ചെറുത്, സൂക്ഷ്മം. അത് ഈ മിനി ലോട്ടിൻ്റെ 10-1. ഇനി സ്റ്റാൻഡേർഡും മൈക്രോ ആയിട്ടുള്ള ബന്ധം, സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 100-1 മൈക്രോ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ടാണ് ഏറ്റവും വലുത്, അതിൻ്റെ 10-1 മിനി, അതിൻ്റെയും 10-1 മൈക്രോ. അപ്പോൾ സ്റ്റാൻഡേർഡും മൈക്രോ തമ്മിലുള്ള ബന്ധം സ്റ്റാൻഡേർഡിൻ്റെ 100-1 അംശമാണ്, അല്ലെങ്കിൽ 1 അംശമാണ് മൈക്രോ, ഒരു പെർസെൻറ്റേജ്. അപ്പോൾ ഇനി സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കറൻസിയാണോ ട്രേഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ യൂറോ USD ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് കറൻസി ഉണ്ടാവുമല്ലോ, അതായത് മെയിൻ കറൻസി, ആദ്യത്തെ കറൻസി യൂറോ. 1,00,000 കറൻസിയാണ് നമ്മൾ വാങ്ങുന്നത്. സ്റ്റാൻഡേർഡ് ലോട്ട് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഡോളർ കൊടുത്തിട്ട് 1,00,000 യൂറോ ആണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 1,00,000 യൂറോ നമ്മൾ വാങ്ങിയാൽ കുറച്ച് സമയങ്ങൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ അതിൽ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ സാധാരണ ബിഗിനേഴ്സ് സ്റ്റാൻഡേർഡ് ലോട്ട് വാങ്ങാറില്ല. നമ്മളൊരു $500 $1000 ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു $100 ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എപ്പോഴും നമ്മൾ വാങ്ങുന്നത് എന്തായിരിക്കും, മൈക്രോ ലോട്ട്സ് കണക്കിലായിരിക്കും. എത്ര മൈക്രോ ലോട്ട്? ഒരു മൈക്രോ ലോട്ടാണ് അടിക്കാറ്. അപ്പോൾ ചിലരിത് കോമൺ ആയിട്ട് പറഞ്ഞ് ഒരു ലോട്ട് എന്നൊക്കെ പറയുമെങ്കിലും ഒരു മൈക്രോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. നൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കറുടെ പാനലിൽ കയറിയിട്ട് നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നേരത്തെ നമ്മളുടെ ഈ സ്റ്റോക്കിൻ്റെ കേസിൽ നമ്മൾ ഏത് സ്റ്റോക്കാണ് കണ്ടത്, ഏതെങ്കിലും ആവട്ടെ, മറ്റേ SBIൻ്റെ കേസിൽ നമ്മൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് അടിക്കാനില്ല. നമ്മൾ ഈ 103 എന്നുള്ളത് 103 ക്വാണ്ടിറ്റി എന്നുള്ളത് SBI കാൽക്കുലേറ്റ് ചെയ്താൽ 103 അടിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ വെറുതെ 1 അടിച്ചു കഴിഞ്ഞാൽ
ബ്രോക്കർ മനസ്സിലാക്കാൻ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലോട്ട് വേണം എന്നുള്ളതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ മിനി ലോട്ട് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ബ്രോക്കർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ 0.1 എന്നടിക്കണം. അപ്പോൾ പോയിന്റിന് മുമ്പ് 0 ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിനെ 0.1 എന്ന് പറയാം. 0.1 എന്ന് അടിച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു മിനി ലോട്ടാണ് നമ്മൾ വാങ്ങുക. ഇനി 0.01 എന്ന് അടിച്ചാൽ ഒരു മൈക്രോ ലോട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ഒരു ലോട്ട്, ഇത് ഫോറക്സ് ട്രേഡ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്ക് അബദ്ധം പറ്റാറുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അബദ്ധം പറ്റി ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട്. 1.5 ലക്ഷം ഞാൻ അറിയുന്ന ഒരാൾക്ക് പോയിട്ടുണ്ട്. അതായത് ഒരു പോയിന്റ് ഇടാൻ മറന്നു എന്നുള്ളതാണ് വിഷയം. 1.5 ലക്ഷത്തിൻ്റെ നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് വരും. അത് ഒരു 2-3 മണിക്കൂർ നമ്മുടെ കണ്ണ് തെറ്റിയ മൊത്തം അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. ഈ മൈക്രോ ഇടുന്നതിന് പകരം സ്റ്റാൻഡേർഡ് ഇട്ടാൽ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടാൻ മറന്നാൽ പല ആൾക്കാരും ഇത് തമാശയ്ക്ക് പറയും, ഒരു ഫോറക്സിലേക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ ഒരു പോയിന്റ് ഇടാൻ മറന്നാൽ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും എന്നൊക്കെ പറയും. അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ കൃത്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആള് സ്വയം പഠിച്ച് ട്രേഡ് ചെയ്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ബ്രോക്കറുടെ പാനലിൽ പോയിട്ട് നമുക്ക് ലിവറേജ് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഫോറക്സിൽ നമുക്ക് അൺലിമിറ്റഡ് ലിവറേജ് ആണ്. നമുക്ക് $10 കൊണ്ട് $1000 കറൻസി വാങ്ങാം. $1000 $10,000 $1,00,000 കറൻസി വാങ്ങാം. ഇനി കയ്യും കണക്കൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ട. നമ്മൾ അറിയാതെ ലോട്ട് തെറ്റിയിട്ടാലും അത് നമുക്ക് നിങ്ങൾ സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് ബ്രോക്കർക്ക് ഒരു കമൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ ആ ലിവറേജ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാ ബ്രോക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആദ്യം നമ്മൾ ചെയ്ത് വെക്കണം. ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പലപ്പോഴും കൃത്യമായിട്ടൊരു കാര്യം പഠിച്ചില്ലെങ്കിൽ എന്താ പറയുക, സ്വയം പഠിക്കുന്നവർക്ക് ചില അബദ്ധങ്ങൾ പറ്റാലോ. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മൾ ഒന്നല്ല അടിക്കേണ്ടത്. ഒന്നടിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് എക്സിക്യൂട്ട് ആവുക. അതായത് 1 ലക്ഷം കറൻസി പോയതുകൊണ്ട് വാങ്ങും നമ്മുടെ ഉള്ള പൈസയ്ക്ക്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 1 ലക്ഷം കറൻസി നമുക്ക് കിട്ടും. പക്ഷേ ഈ കറൻസിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് താഴ്ത്തിക്ക് വന്നാൽ നമ്മുടെ അക്കൗണ്ട് ഭയങ്കരമായിട്ട് താഴ്ത്തിക്ക് വരും. അപ്പോൾ അതിൻ്റെ 10-1 എഫക്റ്റാണ് മിനിലോട്ട് വാങ്ങിയാലുണ്ടാവുക. അതിൻ്റെ 100-1 എഫക്റ്റാണ് മൈക്രോലോട്ട് വാങ്ങിയാലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നിലയ്ക്ക് നമുക്കറിയാം ഒരു $500 എന്ന് പറഞ്ഞാൽ ഏകദേശം 50,000 രൂപയാണ് ഇപ്പോൾ, അല്ലേ? അല്ലെങ്കിൽ ഒരു $1,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു തുടക്കക്കാരന് മാക്സിമം എടുക്കാൻ പറ്റുന്ന പൈസ എന്ന് പറയുന്നത് 50,000 1 ലക്ഷം രൂപയ്ക്കായിരിക്കും. അതിലും കൂടുതൽ നിങ്ങൾ ഇടും വേണ്ട. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മളൊരു മൈക്രോ ലോട്ട് എടുത്താലാണ് ഒരു ട്രേഡിന് $10 $20 എന്ന് പറയുന്ന പോലെ ഒരു റിസ്കിൽ നമുക്ക് നിർത്താൻ പറ്റുക. അപ്പോൾ അതിന് ഒരു കാര്യം കൂടി ബന്ധമുണ്ട്. എത്ര ദൂരെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന കൂടി ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് കിടക്കാം. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുമെന്നുള്ളത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അത്ര സിമ്പിളല്ല. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സാധാരണ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഫോറക്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അതിനെ ഫോറക്സ് ട്രേഡേഴ്സ് വിളിക്കുന്നത് പൊസിഷൻ സൈസ് കാൽക്കുലേഷൻ എന്നാണ്. പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡിനെ വിളിക്കുന്ന പേരാണ്. ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ബൈ ചെയ്യുക, പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ലാഭം കിട്ടും. ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം സെല്ല് ചെയ്യുക, പ്രൈസ് താഴേക്ക് വീണാലാണ് ലാഭം, മുകളിലേക്ക് പോയാൽ നഷ്ടം. അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രേഡിനെ പറയുന്ന പേരാണ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് മൈ എഫ്എക്സ് ബുക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ തന്നെ ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമുക്ക് ആപ്പ് മൊബൈലിൽ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിലാണ് ഇത് കാണിച്ചു തരുന്നത്, അല്ലേ? രണ്ടും ഉപയോഗം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കിടക്കാം. ഇത് നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. വെറുതെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ മനക്കണക്ക് കൂട്ടണ്ട. കാൽക്കുലേറ്റർ പോലെ തന്നെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്നടിക്കുമ്പോഴേക്കും ഗൂഗിൾ തരും. കാരണം അതെല്ലാവരും കോമൺ ആയിട്ട് അടിക്കുന്നതാണ്. അതിൽ പല പല കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. ചിലത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള കാൽക്കുലേറ്ററൊക്കെയാണ് ഇത് തന്നെയുള്ളത്. നോക്കണ്ട, ഫസ്റ്റ് വരുന്ന myfxbook.com ആണ് ഏറ്റവും പോപ്പുലർ. ബേബി ബിബ്സും പോപ്പുലറാണ്. അപ്പോൾ നമ്മൾ ഇതാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ചില സമയത്ത് അത് ഹാങ് ആവും. അങ്ങനെയാണ് ഈ ബേബി ബിബ്സ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് ഫ്രീ വെബ്സൈറ്റാണ്, ഫ്രീ കാൽക്കുലേറ്ററാണ്. ഇങ്ങനെ ഇരിക്കും ആ പേജ്.
അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ആ പേജിലേക്ക് എത്തണ്ട. നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെ ഒരു പരസ്യം വരും, കാരണം അത് ഫ്രീ ആണല്ലോ. അപ്പോൾ ഒരു പരസ്യം വരും, അതൊന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. എപ്പോഴും ഇങ്ങനെ അടിച്ചു കൊടുക്കാതിരിക്കാൻ നമുക്ക് ഓൾ ബുക്ക് മാർക്സിൽ പോയി കഴിഞ്ഞാൽ, ഓൾ ബുക്ക് മാർക്സിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ 3 ഡോട്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ, ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബുക്ക് മാർക്ക് ആൻഡ് ലിസ്റ്റിൽ ബുക്ക് മാർക്ക് ദിസ് ടാബ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ മേലെ വന്ന് കിടക്കും. ഞാനിതിൽ എവിടെയോ ട്രേഡിംഗ് ഫോറക്സ് എന്ന് പറയുന്നതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൾഡറിലൊക്കെ ആക്കിയിടാം. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കും. ഇതുപോലെ ChatGPT ആണ് കിടക്കുന്നത്, ഇതുപോലെ കിടക്കും. അതിൻ്റെ ഈ ഒരു എംബ്ലം കാണാം. അപ്പോൾ അവിടെ നിർത്താൽ മതി. എപ്പോഴും ഇതിൽ വരാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ ഇതാണ് കാൽക്കുലേറ്റർ. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻപുട്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, കാരണം ഇത് കമ്പ്യൂട്ടറിന് അറിയില്ല. നമ്മൾ ഇൻപുട്സ് കൊടുത്താലാണ് അത് എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങോട്ട് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് കറൻസിയാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അത് നമുക്കറിയാം, കാരണം നമ്മൾ ഇതിനുള്ളിലുള്ള ഒരു കറൻസിയാണ് ട്രേഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയാണ്? EUR/USD ആണ്, അല്ലേ? അപ്പോൾ EUR/USD എന്നുള്ളത് ഇതിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ബൈതിന് EUR/USD ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് EUR/USD അവിടെ ഡീഫോൾട്ടായിട്ട് കിടക്കണ്ടാവും. നമുക്ക് വേറെ വല്ല പെയർ എടുക്കണമെങ്കിൽ മാത്രം അത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ കേസിൽ EUR/USD. ഇനി അക്കൗണ്ട് കറൻസി എന്ന് പറയുന്നത് നമ്മൾ മാറ്റാൻ പോകണ്ട, കാരണം ആസ് എൻ ഇന്ത്യൻ നമ്മളുടെ വാലറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡോളറായിട്ടാണ് പൈസ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യൻ ബ്രോക്കേഴ്സിൻ്റെ അടുത്താണെങ്കിൽ റുപ്പീസ് ആയിട്ടല്ല കിടക്കുന്നത്. ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ ബേസിക്കലി ഡോളറായിട്ടാണ് കിടക്കുക. അതാണ് നമ്മുടെ ഹോം കറൻസി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റാൻ നിൽക്കണ്ട. ഇനി അക്കൗണ്ട് സൈസ്, അത് കമ്പ്യൂട്ടറിന് അറിയില്ല, എക്സ്ചേഞ്ചിനും ബ്രോക്കർക്കും അറിയില്ല. നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ അക്കൗണ്ട് സൈസ് എത്രയാണ്. ഫോർ എക്സാമ്പിൾ $1000, അല്ലേ? ഇൻ ടേംസ് ഓഫ് ഡോളറാണ് അവിടെ അടിക്കുക. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റിസ്ക് ഒരു ട്രേഡിൻ്റെ കേസാണ് ഇത് അളക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ തളർന്നിട്ട് വേണം ട്രേഡ് എടുക്കാൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കൊണ്ട് അളക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ആ ട്രേഡിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റിസ്ക് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്, അപ്പോൾ പെർസെൻറ്റേജ് ആയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 1% ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിനി 2% എടുക്കണമെങ്കിൽ 2 കൊടുക്കാം. അപ്പോൾ 1-2% ആണ് നമ്മൾ തുറക്കുകാർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ സ്വാപ്പ് വിത്ത് മണി എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം സ്വാപ്പ് വിത്ത് മണി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ $10 കൊടുക്കേണ്ട വരും. അതായത് നമ്മൾ എത്ര ഡോളറാണ് റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ $എന്ന് കാണിക്കും USD. അപ്പോൾ നമ്മൾ തന്നെ കിടന്നോട്ടെ, നമ്മൾ ശതമാനം കൊടുക്കാനാണ് ഈസി. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ പ്രാവശ്യവും ഒരേ റിസ്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് പിപ്സ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ സ്റ്റോപ്പ് ലോസ് പിപ്സ് നമ്മൾ തന്നെ അങ്ങോട്ട് കൊടുക്കണം. എത്രയാണ് ഇവിടെ, എത്രയാണെന്ന് പറയാമോ? നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുകയാണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു വിചാരിച്ചു. നമ്മുടെ $1000 ഉണ്ട്, നമ്മൾ അതിൻ്റെ 1% റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ എത്ര പിപ്സ് നമ്മൾ കൊടുക്കണം? ബ്ലൂ ആൻഡ് റെഡ് തമ്മിലുള്ള, ടോപ്പിലെ റെഡ് നോക്കണ്ട, ബ്ലൂ ആൻഡ് റെഡ് തമ്മിലുള്ള ഡിഫറൻസ് 414 377 അല്ലേ? 414 മൈനസ് 377 അല്ലേ? 37. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഇത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിനുള്ളിലൊരു ടൂളുണ്ട്. ഈ ലോങ് പൊസിഷൻ എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു തരും. 37 കണ്ടോ ഇവിടെ. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ ചെയ്താൽ മതി. പോയിന്റും കളയുക, ഈ അവസാനത്തെ സംഖ്യയും കളയുക. അപ്പോൾ 389 കാണിച്ചാൽ 38 എന്നർത്ഥം. കുറച്ച് മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണതിന് ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? 374 കാണിച്ചാൽ 37 എന്നാണ് അടിക്കേണ്ടത്, 372 അടിക്കരുത്. പിപ്പറ്റ് അടിക്കരുത്, ഏറ്റവും അവസാനത്തെ ആ ചെറിയ സംഖ്യന് വാല്യൂ ഇല്ല, അടിക്കരുത്. അപ്പോൾ 37 അല്ല, അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്, ഈ വാല്യൂ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതായത് ഇതെങ്ങനെയാണ് ഈ വാല്യൂ കിട്ടിയെന്നുള്ളത്, അല്ലേ? അപ്പോൾ 37 അടിച്ചു. കാൽക്കുലേറ്റ് ബട്ടൺ അടിക്കുക. 3 മൈക്രോ ലോട്ടാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ എപ്പോഴും വിളിക്കുക മൈക്രോ ലോട്ടെന്ന്, അല്ലേ? കാരണം എന്താ 0.03. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതേ സാധനം തന്നെ ബ്രോക്കറുടെ ടെർമിനലിൽ പോയിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ബ്രോക്കറുടെ ടെർമിനൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം എങ്ങനെയാണ് ബ്രോക്കറുടെ ടെർമിനൽ എന്നുള്ളതൊക്കെ. MT5 അപ്പം അത് മൊബൈലിൽ ആണ് നമ്മൾ പഠിക്കുക. MT5 സ്ക്രീൻഷോട്ട് അത് മൊബൈൽ ആയിട്ട് മെർജ് ചെയ്തിട്ട് കാണാം. മാർക്കറ്റ് ഓർഡർ ഇതാണ് MT5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം.
ഇങ്ങനെയാണ് വരിക. നമ്മുടെ ബ്രോക്കറുടെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ, ബ്രോക്കറുടെ ആപ്പല്ല, ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ആപ്പാണ്. ഇതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. എല്ലാവരും ഇതിൽ തന്നെയാണ്, മെറ്റാ ട്രേഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഇരിക്കും ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ഈ സെൻറ്ററിൽ കാണുന്ന 1.00 എന്ന് ഇട്ടിട്ടുണ്ട് അല്ലേ, അവിടെയാണ് നമ്മളിത് അടിക്കേണ്ടത്. അപ്പോൾ 1.00 എന്ന് അടിച്ചാൽ ഒരു സ്റ്റാൻഡേർഡിലോട്ട് പോയി വാങ്ങും. അപ്പോൾ അതിന് വരെ നമ്മൾ 0.01 എന്നാണ് അടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കൊരു വേറൊരു ദിവസം നമുക്കത് പഠിക്കാം. ബ്രോക്കറുടെ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിലെങ്ങനെ ഒരു ഡെമോ അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ ഒരു ഒറിജിനൽ അക്കൗണ്ട് തുടങ്ങാം, അതിലെങ്ങനെ നമുക്ക് ഓർഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറൻസി വാങ്ങാം എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇവിടെ കാൽക്കുലേറ്ററിൽ വന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ആയോ? ഇനി കൂടുതൽ എക്സസൈസുകൾ വേണോ? നമ്മൾ 3-4 പ്രാവശ്യം അതേ സെയിം എക്സസൈസ് തന്നെ ചെയ്തു, 1-2 പ്രാവശ്യം ആവർത്തിയും കൂടി ഇത് ചെയ്ത് നോക്കണോ? മറ്റൊന്ന് 2 കറൻസികളിൽ ചെയ്ത് നോക്കണോ? ഇനി നമ്മൾ ജപ്പാനീസ് യെൻ ബേസ് ചെയ്തിട്ടുള്ള കറൻസികൾ ചെറിയ മാറ്റമുണ്ട് കാൽക്കുലേഷൻ, അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ കാണാം. എല്ലാം കൂടി കൂട്ടി കുഴക്കേണ്ട. ജപ്പാനീസ് യെൻ ബേസ് ചെയ്തിട്ടുള്ള കറൻസികൾ. അപ്പോൾ അതല്ലാത്ത കറൻസികളിലൊക്കെ ഇതാണ് മെത്തേഡ്. ചെറിയ വ്യത്യാസമുണ്ട്, അപ്പോൾ ഇത് കൂട്ടി കുഴക്കേണ്ട. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അല്ലേ? ആർക്കോ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബ്ലസൻ പറഞ്ഞു, എന്താണ് കൺഫ്യൂഷൻ? ക്ലാസ് കൃത്യമായി ആദ്യം തുടങ്ങി അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആ പ്രോസസ്സ് ആദ്യം തുടങ്ങി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിപ്പ് കാൽക്കുലേഷൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. ഈ ജപ്പാനീസ് യെൻ ഒഴിച്ചുള്ള വേറെ ഏതെങ്കിലും ഒരു കറൻസി പെയർ ബ്ലസൻ റാൻഡം ആയിട്ടൊന്ന് ചൂസ് ചെയ്യാവോ? ഏതെങ്കിലും. എല്ലാ പെയറിലും ഇതേ തന്നെ മെത്തേഡാണ്. ജപ്പാനീസ് യെൻ ഇല്ലാത്ത ഒരു പെയർ. AUD ഏതാണ്? AUD ആരെങ്കിലും പറഞ്ഞോ? AUD EUR അങ്ങനെ ഒരു പെയറില്ല. EUR USD ആണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയത്. EUR NSD, AUD NSD. ഓക്കെ, കിട്ടി. AUD NSD നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ ഉള്ള കാൽക്കുലേഷൻ ഇതിന് നേരെ ഇൻവെർട്ടഡ് പൊസിഷൻ ഫോമാണ്. നമുക്ക് ആദ്യം ബൈ ചെയ്യുന്നത് തന്നെ തറാക്കാം അല്ലേ. ഈ ഒരു കറൻസി നമ്മളൊരു 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ, അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് ഇങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് കുറച്ച് ടൈമിലേക്ക് ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണ് 15 മിനിറ്റ് നോക്കാം. 1 മണിക്കൂർ നേരത്തേക്ക്, 2 മണിക്കൂർ നേരത്തേക്കൊക്കെ ട്രേഡ് എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചോ. മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോ അല്ലേ. ഇത് വളരെ ചെറിയ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ മൈക്രോ ലോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വിചാരിക്കാം, ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് എന്ന് വിചാരിച്ചോ. അപ്പോൾ അതെങ്ങനെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ സ്ട്രാറ്റജി, ചാർട്ട് അനാലിസിസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ മിക്കപ്പോഴും നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ റിസ്ക് എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് ടാർഗറ്റ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എത്രയാണ് എന്നുള്ളത് അളക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. ഈ ഗ്രീനിൽ നിന്ന് ബ്ലൂവിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നുള്ളത് അളക്കണം അല്ലേ. മനസ്സിലാവാത്തവർ ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. മിക്കവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് വലുതാക്കി ഇടുന്നുണ്ട്. ഗ്രീനിൽ നിന്ന് ബ്ലൂവിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നുള്ളത് അളക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അവസാനത്തെ സംഖ്യ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക. അതായത് ആ ഗ്രീനിലെ 0 നമ്മൾ കാണരുത്, ബ്ലൂവിലെ 5 നമ്മൾ കാണരുത് അല്ലേ. പിന്നെ ഇതിൽ കോമൺ ആയിട്ടുള്ള മറ്റുള്ള എല്ലാ എലമെൻസും കൊണ്ട് എടുത്ത് കളയാം. എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? പോയിന്റ് എടുത്ത് കളയാദ്യം. അത് കഴിഞ്ഞാൽ 1.22 രണ്ടിലുള്ളതല്ലേ, 21 രണ്ടിലുള്ളതല്ലേ, അതങ്ങോട്ട് മാച്ച് കളയാം മനസ്സിൽ നിന്ന്. ബാക്കി എന്താണുള്ളത്? 0ഉം 5ഉം നമ്മൾ ആദ്യം മാച്ച് കളഞ്ഞു. ഏറ്റവും റൈറ്റ് സൈഡിലെ വാല്യൂസ് നമ്മൾ ആദ്യം മാച്ച് കളഞ്ഞു. 1.21 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, അതും മാച്ച് കളഞ്ഞു. ബാക്കി എന്താണുള്ളത്? മുകളിൽ 82 ഉണ്ട്, താഴെ 76 ഉണ്ട്. 82 നിന്ന് 76ലേക്ക് എത്രയാണ്? കാൽക്കുലേറ്റർ എടുക്കുക. 82 - 76. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു, 6 അല്ലേ.
6. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ടൂളാണ് ഇവിടെയുള്ള ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്ന ടൂള്. ഷോർട്ട് പൊസിഷൻ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുക. ഈ കേസിൽ നമ്മൾ ലോങ് പൊസിഷനാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കൃത്യം എവിടെയാണോ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോപ്പ് ലോസിൻ്റെ റേഞ്ച് എടുത്തിട്ട് എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കണത് അവിടേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് ഇവിടെ കാണിച്ചു തരും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവസാനത്തെ സംഖ്യ നമ്മൾ ഡെലിറ്റ് ചെയ്യുന്നു മനസ്സിൽ. ബാക്കി നമുക്കൊന്നും ഡെലിറ്റ് ചെയ്യാനില്ല. കാരണം എന്താ 0000 അല്ലേ? അപ്പോൾ 6. അപ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല എല്ലാവരും. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ 6 നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുത്തു. 6 മനസ്സിലാക്കി എടുത്തിട്ട് വേണം കാൽക്കുലേറ്ററിലേക്ക് പോകാൻ. അപ്പോൾ 6 കൊണ്ട് നമ്മൾ കാൽക്കുലേറ്ററിലേക്ക് പോവാണ്. കറൻസി പെയർ കമ്പ്യൂട്ടറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്താൽ മതി. Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. ഇവിടെ നമുക്കത് പേസ്റ്റ് ചെയ്യേണ്ട വരും. ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്തു. ഇനി നമ്മൾ കമ്പ്യൂട്ടറിനോട് ചോദിക്കുകയാണ്, കാൽക്കുലേറ്ററിനോട് ചോദിക്കുകയാണ്, എനിക്ക് 6 പിപ്സ് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരമുണ്ടെങ്കിൽ എൻ്റെ $500 ട്രേഡ് ചെയ്യാൻ മൊത്തത്തിലുള്ളതെങ്കിൽ എനിക്ക് 1% റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളൂ എങ്കിൽ അല്ലേ, എൻ്റെ വാലറ്റിൽ കിടക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കുന്ന കറൻസി ഡോളർ ആണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് AUD NST എന്ന് പറയുന്ന പെയറാണെങ്കിൽ എനിക്ക് എത്ര മൈക്രോ ലോട്ട് എടുക്കാം? ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അവിടെ കാണാം എത്രയാ 0.15. അപ്പോൾ അതിനെ വിളിക്കേണ്ടത് 15 ലോട്ട് എന്നല്ല, 15 മൈക്രോ ലോട്ട് എന്നാണ്. ആണ് ഇതിൻ്റെ സമ്മറി. ക്ലിയർ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പ്രൊസീജിയർ വീഡിയോ റെക്കോർഡിംഗ് കണ്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക. ഒരു 5-8 കറൻസി പെയർ എടുത്തിട്ട് ഇതേ പ്രോസസ് ചെയ്ത് നോക്കുക. വെള്ളം പോലെ ആക്കുക. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഏതൊരു ഫോറക്സ് ട്രേഡറും ഈ റൂട്ടിൽ കൂടെയാണ് പോകാറ്. ഇതല്ലാതെ വെറുതെ കറക്കി കുത്തി വെറുതെ 10 മൈക്രോ ലോട്ട് കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച ഒരു അന്തം കൊന്തോ ഇല്ലാണ്ടാവും ലാസ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരേ റിസ്ക് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 20 ട്രേഡ് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സ്കില്ലില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. കാരണം എന്താ, ഇത് 20 ട്രേഡ് എടുത്താൽ അതിൽ 11 വിജയിക്കാൻ പറ്റി നമ്മൾ പ്രോഫിറ്റിലാവണ്ടേ? എങ്ങനെയാണ് ലോസിൽ പോണത്? അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എല്ലാ ട്രേഡിനും ഒരേ റിസ്ക് എടുക്കണ്ടേ? അപ്പോൾ അതാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് എപ്പോഴും എല്ലാ ട്രേഡിനും ഒരേ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്കില്ലിൻ്റെ പ്രശ്നമാണോ അതോ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റിൻ്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ അല്ലേ? അപ്പോൾ നമ്മളൊരു 20 ട്രേഡ് ചെയ്താൽ പോരാ, ഒരു 100 ട്രേഡ് ചെയ്യുമ്പോഴാണ് ഇത് അനലൈസ് ചെയ്യേണ്ടത്. 100 ട്രേഡ് ചെയ്താൽ ഒന്നും പഠിക്കാണ്ട് ട്രേഡ് ചെയ്യാൻ ആൾ ഫോറക്സിൽ 100 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 ട്രേഡ് തന്നെ വിജയിക്കും, 50 ട്രേഡ് തന്നെ തോൽക്കും. സ്വാഭാവികം. പകുതി 50-50 ഒരു കഴിവും വേണ്ട അല്ലേ, അത് തന്നെ ആയിക്കോളും. അത് ആദ്യത്തെ 10 ട്രേഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല. കൂടുതൽ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ 50-50ലേക്കാണ് എത്താം. അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് സെമിനാറിൽ എപ്പോഴും പറയാനുള്ള ഒരു എക്സാമ്പിളാണ്, നമ്മൾ അവർക്ക് കുറച്ച് കോയിൻസ് കൊടുക്കും. എന്നിട്ട് ടീമായിട്ട് നിർത്തിയിട്ട് അവരോട് ടോസ് ഇടാൻ പറയും. ഒരു കോയിൻ 100 പ്രാവശ്യം ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഹെഡും ടെയിലും വീഴുന്നത് 40-നും 60-നും ഇടയ്ക്കായിരിക്കും. അതായത് 10 ഹെഡും 90 ടെയിലായിട്ട് വീഴാറില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബേസിക് ട്രേഡർ എപ്പോഴും ഈ ഒരു കാര്യം ശരിക്കും റിയാലിറ്റിയിൽ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ കിടക്കണതിന് മുമ്പ് സമയം ഉണ്ടെങ്കിൽ പോയിട്ട് ബെഡിൽ ഇരുന്നിട്ട് നോട്ട്ബുക്കും പേന എടുത്തിട്ട് ഒരു കോയിൻ എടുത്തിട്ട് 100 പ്രാവശ്യം ടോസ് ചെയ്യുക. നിങ്ങൾ നോക്കുക എത്ര ഹെഡ് വീഴുന്നുണ്ട്, എത്ര ടൈൽ വീഴുന്നുണ്ടെന്ന്. 99% പ്രോബബിലിറ്റി 40-നും 60-നും ഇടയ്ക്ക് നിൽക്കാതെ. അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്ത് തന്നെ നോക്കണം. അതുകൊണ്ട് ഇത് ശരിക്കും റിയൽ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കോയിൻ ടോസ് ചെയ്ത് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് കുറച്ച് സമയത്തിന് വേണ്ടി കളഞ്ഞിട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നാലേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ കൃത്യം വിശ്വാസം കയറുള്ളൂ. പ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വരുന്നുണ്ടാവും. ശരിക്കും പ്രായത്തിന് കണ്ടാലോ അപ്പോഴല്ല നമ്മുടെ മനസ്സിൽ വിശ്വാസം കയറുള്ളൂ. അതുപോലെ അപ്പോൾ ഇത് ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് വേണമെങ്കിൽ, അതായത് നമുക്ക് കുറച്ച് സ്കില്ലുണ്ട്, നമ്മൾ ചെയ്യുന്ന ട്രേഡിങ് സ്ട്രാറ്റജി വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരേ റിസ്ക് എടുത്തിട്ട് 100 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ 55-56 പ്രാവശ്യം നമ്മൾ വിജയിച്ചെങ്കിൽ പ്രോഫിറ്റ് എവിടേക്കും പോകില്ല, അവിടെ ഉണ്ടാവും അല്ലേ? സാധാരണ നൽകി. ഓക്കെ, ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അടിപൊളി. ബിനോയ് ഇറക്കൽ ആ ഒരു എക്സസൈസ് വളരെ പവർഫുൾ എക്സസൈസ് ആണ്. ഒരു ട്രേഡർ പ്രോബബിലിറ്റിയിൽ വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്ത് നോക്കേണ്ട ഒരു എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ഇത്ര നേരം നമ്മൾ കണ്ട കുറച്ച് ഏരിയ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പക്ഷേ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മൊത്തം കറൻസി പെയേഴ്സിനെ ബേസിക്കലി മേജർ പെയേഴ്സ്, മൈനർ പെയേഴ്സ്, എക്സോട്ടിക് പെയേഴ്സ്, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മേജർ കറൻസീസും ഉണ്ട്, മേജർ പെയേഴ്സും ഉണ്ട്. കൺഫ്യൂഷൻ വേണ്ട. മേജർ കറൻസികൾ വേറെ, മേജർ പെയറുകൾ വേറെ. പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കറൻസി കൂടിയതാണ്. കറൻസി എന്ന് പറഞ്ഞാൽ ഒരു കറൻസി ഉള്ളൂ, അല്ലേ? ഇപ്പോൾ മേജർ കറൻസികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ സമ്പന്ന രാഷ്ട്രങ്ങളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന കറൻസികളാണ് ഈ മേജർ കറൻസീസ്. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതറിയാനൊരു മാർഗ്ഗമില്ല, സർവേ നോക്കണം, അല്ലേ? ബെസ്റ്റ് പേയേഴ്സ് ടു ട്രേഡ് ഇൻ 2025. അപ്പോൾ ഹെഡിങ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പേയേഴ്സ് എന്നാണെങ്കിലും ഇത് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പേയേഴ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പേയേഴ്സിൻ്റെ റാങ്ക് വെച്ചിട്ടുള്ള ടോപ്പ് 5 or 6 കറൻസികളെയാണ്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു 8 കറൻസിയൊക്കെ ഉണ്ടായിരിക്കും. 8 കറൻസികളാണ് മേജർ കറൻസികൾ എന്ന് വിളിക്കുന്നത്, പെയറല്ല കറൻസി. അപ്പോൾ അതിൽ 1ാമൻ ഡോളറാണ്, 2ാമൻ യൂറോ, 3ാമൻ ജപ്പാനീസ് യെൻ, അങ്ങനെ ഈ കാണുന്നതെല്ലാം, അല്ലേ? അപ്പോൾ ഇത് പെട്ടെന്ന് പഠിക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മേജർ കറൻസീസ്. അപ്പോൾ മേജർ കറൻസികളിൽ നിന്നാണ് മേജർ പെയേഴ്സ് ഉണ്ടാവുന്നത്. അത് വ്യത്യാസമുണ്ട്. മേജർ പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേജർ കറൻസികളിൽ ഒരു സൈഡിൽ ഡോളറും വേണം, ഒരു സൈഡിൽ മറ്റൊരു മേജർ കറൻസിയും വേണം. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. മേജർ കറൻസി എന്ന് പറഞ്ഞാൽ 8 കറൻസികൾ, സമ്പന്ന രാഷ്ട്രങ്ങളിലെ കറൻസികൾ. മേജർ പെയർ എന്ന് പറഞ്ഞാൽ കറൻസി പെയറാണ്. അപ്പോൾ അതിൽ 2 കറൻസിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു സൈഡിൽ, ഏതെങ്കിലും ഒരു സൈഡിൽ ഡോളർ വേണം, മറുവശത്ത് INR പാടുമോ? ഇല്ല, കാരണം അത് മേജർ കറൻസി അല്ല, അല്ലേ? അപ്പോൾ ഈ മേജർ കറൻസികളിലുള്ളൊരു കറൻസി, സമ്പന്ന രാഷ്ട്രത്തിൻ്റെ കറൻസി വേണം. ടർക്കിഷ് ലിറ പാടുമോ? ഇല്ല. അപ്പോൾ ഇതാണ് മേജർ പെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മേജർ കറൻസികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഡോളർ, ജപ്പാനീസ് യെൻ, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, സ്വിറ്റ്സർലാൻഡ് ഡോളർ, കനേഡിയൻ ഡോളർ, ഓസ്ട്രേലിയൻ ഡോളർ. ഇത്രയാണ് മേജർ കറൻസികൾ. ഇനി മേജർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് 2 പേര് വെച്ച് നമുക്ക് പറയേണ്ടി വരും. അതായത് യൂറോയും ഡോളറും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയർ. അപ്പോൾ മേജർ പെയറിൽ രാജാവ്. ഇനി 2ാമത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് USD. അപ്പോൾ ഈ ചാർട്ട് നോക്കിയാലും മനസ്സിലാവും, വേണ്ട? യൂറോ ഡോളർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് ആ 2 കൂടിയാലാണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാവുക. പിന്നെ ഏറ്റവും കൂടുതൽ പവർ ആ 2 പേരും കൂടിയാലായിരിക്കും. ഡോളറും യെന്നും കൂടിയാലല്ലേ? ഡോളറും യെന്നും വമ്പൻ ശക്തികൾ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർ ആയിരിക്കും ഡോളർ തന്നെയാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? അപ്പോൾ ഡോളറും ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടും, അപ്പോൾ GBP USD. അപ്പോൾ ഇത് ഇങ്ങനെ എത്ര പെയറുകൾ ഉണ്ടായിരിക്കും? കോമൺ സെൻസ് ആലോചിച്ച് അറിയാം. 8 കറൻസികളാണ് മേജർ കറൻസികൾ. അതിലൊരു സൈഡിൽ ഡോളറും ഒരു സൈഡിൽ ഒരു മേജർ കറൻസിയും ആയതാണ് മേജർ പെയേഴ്സ്. അപ്പം മൊത്തം എത്ര മേജർ പെയേഴ്സ് ഉണ്ടാവും? 7 എണ്ണം. കാരണം എന്താ? ഒരു സൈഡിൽ ഡോളർ ഇല്ലേ? മനസ്സിലായോ? അപ്പോൾ 7 മേജർ പെയേഴ്സാണുള്ളത്, 8 മേജർ കറൻസീസ് ആണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് എപ്പോഴും ഇതിനെ പേരുകൾ പറയുന്നതാണ്. അപ്പോൾ പേരുകൾ പലരും പല പേരാണ് പറയുക, അങ്ങനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പ്രൊഫഷണൽ പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ, അല്ലേ? യൂറോ. അതുപോലെ തന്നെ ഡോളർ, യൂറോ ഡോളർ. അതുപോലെ GBP എന്ന് വിളിക്കുന്നത് പൗണ്ടാണ്, പൗണ്ട്. JPY എന്ന് പറഞ്ഞാൽ നമ്മൾ JPY എന്ന് വിളിക്കരുത്. അപ്പോൾ ട്രേഡിങ് അറിയുന്ന ആൾക്കാർ ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് വിളിക്കുക? യെൻ എന്നാണ് വിളിക്കുക. ഇനി ഓസ്ട്രേലിയൻ ഡോളർ, ബേസിക്കലി ഓസ്ട്രേലിയൻ ഡോളർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. AUD എന്നും വിളിക്കരുത്, ഓസി. അപ്പോൾ ഇത്ര നേരം നമുക്ക് ഇത് നിങ്ങൾ കാണുന്ന പോലെയാണ് ഞാൻ വിളിച്ചിരുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോവാണ്? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരുകൾ വിളിക്കാൻ പോവാണ്. കനേഡിയൻ ഡോളറിനെ വിളിക്കുന്ന പേരാണ് ലൂണി. സ്വിസ് ഫ്രാങ്ക് എന്ന് തന്നെയാണ് വിളിക്കുക, ഫ്രാങ്ക്. പിന്നെ ഏതൊക്കെയുള്ള? ന്യൂസിലാൻഡ് ഡോളർ, ഇതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. കാണാം, ന്യൂസിലാൻഡ് ഡോളറിന് എന്ത് വിളിക്കും? കിവി എന്നാണ് വിളിക്കുക. കിവി ഒരു ഫ്രൂട്ടിൻ്റെ പേരാണത്, അല്ലേ? കിവി. അപ്പോൾ ഇനി ഇത് തമ്മിൽ ഉള്ള ക്രോസ് പെയേഴ്സിനെ അങ്ങനെ തന്നെയാണ് വിളിക്കുക. യൂറോ ഡോളർ, കിവി ഡോളർ, ഡോളർ യെൻ,
മറക്കണ്ട, ഡോളർ yen, ഓസി ഡോളർ, പൗണ്ട് ഡോളർ, GBP USD എന്നല്ല വിളിക്കുക, പൗണ്ട് ഡോളർ. പിന്നെന്താണ് ഇതിനെന്താണ് വിളിക്കുക? USD CHF എന്താണ് വിളിക്കുക? സ്വിസ് ഫ്രാങ്കിനെ ഫ്രാങ്ക് എന്നാണ് വിളിക്കുക. ഇപ്പുറത്തോ ഡോളർ ഫ്രാങ്ക്. USD CAD എന്ത് വിളിക്കും? ലൂണി അല്ലേ, ഡോളർ ലൂണി. അപ്പം അങ്ങനെയൊക്കെയാണ് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് വേറെ ആരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതില്ല. ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് വേണമെങ്കിലും ഓമന പേരിട്ട് വിളിക്കാൻ വേണമെങ്കിൽ യൂറോ USD EU എന്ന് വിളിക്കാം. നമ്മൾ എഴുതുമ്പോൾ EU എന്നാണ് എഴുതുക. EU ഫോർ യൂറോ USD, GU ഫോർ GBP USD അങ്ങനെ എഴുതാം. പക്ഷെ വിളിക്കുമ്പോൾ നമ്മൾ പൗണ്ട് yen. ഇത് പലപ്പോഴും യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പൗണ്ട് yen എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൃത്യമായ പേരുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. നിക്ക് നെയിം എന്നാണ് ഇതിനെ പറയുക. നിക്ക് നെയിം ഓഫ് ഓസ്ട്രേലിയൻ ഡോളർ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഓസി. നിക്ക് നെയിം ഓഫ് കനേഡിയൻ ഡോളർ, ഇത് രണ്ടാണ് നമ്മൾ മറന്നു പോവുക. ഓസി ലൂണിയാണ് നമ്മളിപ്പോഴും മറക്കുക. ന്യൂസിലാൻഡ് കിവി, ബാക്കിയൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാം അല്ലേ. പൗണ്ട്, ഡോളർ, yen. പിന്നെ ക്രോസ് പെയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്രോസ് പെയേഴ്സ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഡോളർ ഇല്ലാത്ത മറ്റുള്ള സമ്പന്ന രാഷ്ട്രങ്ങളുടെ കറൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തേക്കുന്നതാണ് ക്രോസ് പെയേഴ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾ 4-5 പെയേഴ്സുകളാണ് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേജർ പെയേഴ്സ് മാത്രം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് മേജർ പെയേഴ്സിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ 1 മണിക്കൂറിൻ്റെ ചാർട്ടിലൊക്കെയാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും നോക്കാം. സ്വിംഗ് ട്രേഡേഴ്സ് കൂടുതൽ ഫോറക്സിൽ 4 hour ചാർട്ടാണ് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡേഴ്സ് 1 day ചാർട്ടാണ് നോക്കാം. അപ്പോൾ അത് മറക്കണ്ട, ഫോറക്സ് ഫോർ 4 hour, ഫോറക്സ് 4 hour ചാർട്ടാണ് നോക്കുക. അതായത് നമുക്ക് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ പോയിട്ട് 4 മണിക്കൂറിൻ്റെ ചാർട്ട് കാണാം. ഇതാണ് ഫോറക്സിലെ സ്വിംഗ് ട്രേഡേഴ്സ് എല്ലാവരും ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലേക്ക് പിന്നെ എടുത്താൽ 2-3 ദിവസം പിടിക്കും ടാർജറ്റ് അടിക്കാൻ. അപ്പോൾ 1 day ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ടാർജറ്റ് അടിക്കാൻ. അപ്പോൾ 4 hour ചാർട്ടാണ് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ പിപ്സ് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. 50 pips 60 pips ഒക്കെ ആയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടവരാ. അതിനനുസരിച്ച് നമുക്ക് കുറച്ച് മൈക്രോ ലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഷോർട്ട് ടൈം ട്രേഡേഴ്സ് 5 minute 1 minute ഒക്കെ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുക. അപ്പോൾ അവർക്ക് കുറവ് പിപ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ മൈക്രോ ലോട്ട് എടുക്കാം. അപ്പോൾ കുറവ് സമയം കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് എന്നുള്ളതാണ് പറയാം. പക്ഷേ സ്ട്രഗിൾ കൂടുതലായിരിക്കും. ചെറിയ ടൈം ഫ്രെയിംസുകളിലേക്ക് 5 minute ട്രേഡ് ചെയ്ത് വിജയിക്കണമെങ്കിൽ നല്ല സ്കിൽഡ് ആയിരിക്കണം, പേഷ്യൻസ് വേണം, ഡിസിപ്ലിൻ വേണം, കൂടുതൽ നേരം ചാർട്ടിൽ നോക്കിയിരിക്കണം അല്ലേ. അപ്പം എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണും. ഫോർ എക്സാമ്പിൾ നല്ല അടിപൊളി ഷേപ്പ് നോക്കിയാൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ അല്ലേ. നമ്മൾ വീട്ടിലിടുന്ന ആ ഷൂവിൻ്റെ ഷേപ്പ് അല്ല അത്. അപ്പോൾ ലക്ഷണമൊത്ത ഡിസെൻഡിങ് ട്രയാങ്കിൾ. അപ്പോൾ ഇതുപോലത്തുള്ള പാറ്റേൺസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, 1-2 ഇരട്ടി ടാർജറ്റ് വയ്ക്കുന്നു അല്ലേ. അപ്പോൾ ട്രേഡ് ചെയ്യാൻ ചാർട്ട് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുക മെറ്റാ ട്രേഡർ. ഈ മെറ്റാ ട്രേഡർ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ജസ്റ്റ് മെറ്റാ ട്രേഡർ APK എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ നോക്കുക. സിമ്പിളായിട്ട് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു ബ്രോക്കർ ഉണ്ട്, അൽപാരി. നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഫോറക്സ് ബ്രോക്കറാണ് അൽപാരി. അപ്പോൾ ഈ അൽപാരിയിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. സാധാരണ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്താണ് സൗദി എല്ലായിടത്തും ഉണ്ട്. ഇന്റർനാഷണൽ ബ്രോക്കറാണ്. എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ബ്രോക്കേഴ്സാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇല്ലാത്തുള്ളൂ. സറോദി അപ് സ്റ്റോക്കോ ചിലപ്പോൾ പുറത്ത് വർക്കാവണം നിർബന്ധമില്ല. ഇത് ഇന്റർനാഷണൽ ബ്രോക്കേഴ്സാണ്. ഓക്കെ, അപ്പോൾ അൽപാരി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് പോവാം. അപ്പോൾ സാധാരണ ഒരു KYC പ്രൊസീജിയർ ഉണ്ട്.
നിങ്ങൾ മുന്നേ ഏതെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ എല്ലാവരും? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യും. ഓക്കെ, ചില ആൾക്കാർക്കില്ല, ചില ആൾക്കാർക്കുണ്ട് അല്ലേ. ഒന്നുമില്ല, അതിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക, അപ്പോൾ ഒരു OTP വരും. പിന്നെ മെയിൽ ID കൊടുക്കുക, ഒരു OTP വരും. നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, സൈൻ ചെയ്യുക. അതുപോലുള്ള കുറച്ചൊരു പ്രൊസീജിയർ ഉണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രൊസീജിയറാണ്. 15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ID-യും പാസ്വേഡും, ഒരു ID-യും പാസ്വേഡുമാണ് നമുക്ക് ലാസ്റ്റ് മെയിലിലേക്ക് കിട്ടുക. ID-യും പാസ്വേഡും നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ചില ബ്രോക്കേഴ്സ് അത് 24 hours പറയും ടൈം. 24 hours നിങ്ങളുടെ മെയിലിലേക്ക് അൽപാരിയിൽ നിന്നൊരു മെസ്സേജ് വരും. അതിലൊരു ID ഉണ്ടാവും, ഒരു ട്രേഡിംഗ് ID, ബ്രോക്കർ ID ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് പിന്നീട് നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ആ പാസ്വേഡും ID വെച്ചിട്ട് നമ്മൾ MT5 എന്ന് പറയുന്ന ആപ്പിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ MT5 എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആപ്പാണ്. അതായത് ഇൻ്റർനാഷണലി എല്ലാവരും ഒരുപോലെ ട്രേഡ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ബ്രോക്കേഴ്സ് പല ബ്രോക്കേഴ്സ് ആയിരിക്കും, പക്ഷെ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് ഈ MT5 എന്ന് പറയുന്ന ബ്രോക്കറിലാണ്. ഇനി അൽപാരിയുടെ വേറൊരു ബ്രോക്കർ ഉണ്ട്, അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. സാധാരണ ആരും ആ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാറില്ല, മെറ്റാ ട്രേഡറിലാണ് ട്രേഡ് ചെയ്യാറ്, കാരണം അത് വളരെ സ്മൂത്താണ്. ഓക്കെ, ഇത് ഫോണിൽ വേണോ? വേണ്ട. നമുക്ക് ഈ അൽപാരി നിങ്ങൾ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താലും മതി. അതിൻ്റെ ID-യും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ MT5 നിങ്ങൾ ഫോണിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പലരും ഫോണിലാണ്, അതാണ് എളുപ്പം. ഫോണിൻ്റെ ഉള്ളിലെ ആപ്പിലാണ് നമ്മളിത് വാങ്ങുക. പക്ഷെ അനലൈസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂവിലാണ്. പക്ഷെ ഒരു ബ്രോക്കറിലൂടെയാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ ബ്രോക്കറുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ബെസ്റ്റ് വെബ്സൈറ്റാണ്. നെക്സ്റ്റ് അടിച്ച് എഴുതാനും ഫില്ല് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ നല്ലത് വെബ്സൈറ്റാണ്. മൊബൈലിലും ചെയ്യാം, നോ പ്രോബ്ലം, സെയിം പ്രൊസീജിയർ തന്നെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ല, അപ്പം ഇന്ന് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിച്ചോട്ടെ അല്ലേ. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ബേസിക് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് വളരെ തറമായിട്ട് പഠിച്ചു എന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സി യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ഞാൻ ഈ റെക്കോർഡിങ് ഞാൻ ഉടനെ തന്നെ ഗ്രൂപ്പിലിട്ടേക്കാം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഇടണമെന്നില്ല, നാളെ മോർണിംഗിൽ ഗ്രൂപ്പിലിട്ടേക്കാം കേട്ടോ.